നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ട് കാണും, ചിലപ്പോൾ ഈ ബോട്ട് മാസ് റൂൾ എഴുതുമ്പം ഒരു വിയും കൂടെ ചേർക്കാറുണ്ട്. വി ബോട്ട് മാസ് എന്ന് പറയാറുണ്ട്. എന്താണ് വി ബോട്ട് മാസ്? എന്താ സംഭവം മക്കളെ? വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിൻകുലമാണ്. എന്താണ് വിൻകുലം? വിൻകുലം എന്ന് പറഞ്ഞാൽ അത് ബാർ ബ്രാക്കറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ബാർ ബ്രാക്കറ്റ്. യെസ്. അപ്പൊ വിൻകുലം എന്ന് പറഞ്ഞാൽ എന്താ? ബാർ ബ്രാക്കറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കാതെ എന്ത് സാധനമാണ് മക്കളെ? നമ്മളൊരു കാൽക്കുലേഷൻ എഴുതിയിട്ട് 2 + 3 - 5 × 7 എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ എഴുതിയിട്ട് ഇങ്ങനെ മുകളിൽ വരയിടുന്നതിനെയാണ് ബാർ ബ്രാക്കറ്റ്, വിൻകുലം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു കാൽക്കുലേഷനിൽ ഇങ്ങനത്തെ ബാർ ബ്രാക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതിനായിരിക്കും മോസ്റ്റ് പ്രയോറിറ്റി. ബാക്കിയുള്ള ബ്രാക്കറ്റുകളെക്കാളൊക്കെ പ്രയോറിറ്റി ഉള്ളത് വിൻകുലത്തിനാണ്, അല്ലെങ്കിൽ ബാർ ബ്രാക്കറ്റിനാണ്. അപ്പൊ ഒരു കാൽക്കുലേഷന്റെ മുകളിൽ ഇങ്ങനെ ഒരു ബാർ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ കാൽക്കുലേഷനാണ്. പൊതുവെ അതങ്ങനെ കാണാറില്ല, അതുകൊണ്ടാണ് നമ്മൾ ബോട്ട് മാസ് എന്ന് മാത്രം പറയാറ്, വി പറയാത്തത്. പക്ഷെ ഇതിനാണ് മോസ്റ്റ് പ്രയോറിറ്റി, വിൻകുലം അല്ലെങ്കിൽ ബാർ ബ്രാക്കറ്റ്. ഓക്കെ, അടുത്തത് എന്താ മക്കളെ? ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബി എന്തിനെ സൂചിപ്പിക്കുന്നു? ബ്രാക്കറ്റിനെ സൂചിപ്പിക്കുന്നു. ശരിയല്ലേ? ഈ ബ്രാക്കറ്റ് തന്നെ പലതരമുണ്ട്. സർക്കുലാർ ബ്രാക്കറ്റുകളുണ്ട് ഇങ്ങനത്തെ, അല്ലെ? പിന്നെ കേളി ബ്രാക്കറ്റുകളുണ്ട് ഇങ്ങനത്തെ, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റുകളുണ്ട് ഇങ്ങനത്തെ. കണ്ടിട്ടില്ലേ? ഇതാണ് ഇതിന്റെ പ്രയോറിറ്റി ലിസ്റ്റ്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി സർക്കുലാർ ബ്രാക്കറ്റിന്, അതിലും കുറവ് കേളി ബ്രാക്കറ്റിന്, ഏറ്റവും കുറവ് സ്ക്വയർ ബ്രാക്കറ്റിന്. അപ്പം ഒരു കാൽക്കുലേഷൻ ഏറ്റവും പ്രയോറിറ്റി എന്തിനാണ്? വിൻകുലം, ബാർ ബ്രാക്കറ്റ്. അത് കഴിഞ്ഞ് പ്രയോറിറ്റി സർക്കുലാർ ബ്രാക്കറ്റ്, അത് കഴിഞ്ഞ് പ്രയോറിറ്റി കേളി ബ്രാക്കറ്റ്, ഏറ്റവും പ്രയോറിറ്റി കുറവ് ബ്രാക്കറ്റുകളിൽ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പം അടുത്തത് ഓ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓഫ് എന്നതിനെ സൂചിപ്പിക്കുന്നു, അല്ലെ? ഇങ്ങനെ ഓഫ് എന്ന് എഴുതി ഒരു കാൽക്കുലേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓഫിനാണ് പ്രയോറിറ്റി കൂടുതൽ. അതായത് മക്കളെ, ഈ ഓഫ് പലർക്കും ഒരു കൺഫ്യൂഷനാണ്. ഈ 3 ഓഫ് 5 എന്ന് പറഞ്ഞാൽ 3 × 5 എന്ന് തന്നെ അർത്ഥം. അപ്പൊ ഇതിന്റെ ആൻസർ 15 ആണ്. പക്ഷേ 3 × 5 എന്ന് പറഞ്ഞാലും 15 തന്നെയാണ്. പക്ഷേ ഈ ഓഫ് എന്ന് എഴുതി വരുമ്പം ഇൻറ്റു എന്ന് എഴുതി വരുന്നതിനേക്കാൾ പ്രയോറിറ്റി കൊടുക്കണം. അപ്പൊ ഈ രണ്ടും ഉണ്ടെങ്കിൽ ഇത് ആദ്യം ചെയ്യേണ്ടത് ഇതാ. രണ്ടിന്റെ ഉത്തരം സെയിം ആണ്. 3 ഓഫ് 5 എന്ന് പറഞ്ഞാൽ 15 ആണ്, 3 × 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. പക്ഷേ ഓഫ് എന്ന് എഴുതി വരുന്നതിന് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കണം എന്ന് മാത്രം. അതാണ് ഓഫ്. ഓക്കെ, അടുത്തത് എന്താ മക്കളെ? അടുത്തത് ഡി നിങ്ങൾക്കറിയാം ഡിവിഷൻ ആണ്, അല്ലെ? ഹരണം. ഡിവിഷൻ ആണ് ഡി എന്ന് പറയുന്നത്, ഹരണം. ഓക്കെ, എം നിങ്ങൾക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ആണ്, അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ എം കൊണ്ട് സൂചിപ്പിക്കുന്നത്, എല്ലാവർക്കും അറിയാം. എസ്. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡീഷനെ സൂചിപ്പിക്കുന്നു, ആണോ? എ അഡീഷനെ സൂചിപ്പിക്കുന്നു. എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ട്രാക്ഷനെ സൂചിപ്പിക്കുന്നു, ആണോ? സബ്സ്ട്രാക്ഷനെ സൂചിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ബോട്ട് മാസ് റൂൾ. അവിടെ ചില കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ ബോട്ട് മാസ് റൂളിലെ അഡീഷൻ കഴിഞ്ഞല്ലേ സബ്സ്ട്രാക്ഷൻ വരുന്നേ? സത്യം പറഞ്ഞാൽ അഡീഷനും സബ്സ്ട്രാക്ഷനും ഒരേ പ്രയോറിറ്റിയാണ്. പറയുമ്പോൾ അഡീഷൻ കഴിഞ്ഞ് സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നതേ ഉള്ളൂ.